ഹലോ ഗൈസ്, അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ കയ്യിലുള്ള ഫിസിക്കൽ മീഡിയ, അതായത് നമ്മുടെ DVDs, 4Ks, ബ്ലൂറേസ് ഇതെല്ലാം എങ്ങനെ നമുക്ക് സേഫ് ആയിട്ട് കീപ്പ് ചെയ്യാം അല്ലെങ്കിൽ പ്രൊട്ടക്റ്റ് ചെയ്യാം. അതായത് നമുക്കൊരു ഡാമേജ് ഒന്നും വരാത്ത രീതിയിൽ റോട്ട് മെയിനായിട്ട് ഫിസിക്കലായിട്ട് വരുന്ന ഡാമേജുകൾ തന്നെയാണ് ഇതിൻ്റെ പ്രശ്നം. അതങ്ങനെ മാക്സിമം ഒഴിവാക്കാം എന്നുള്ളതിനെ പറ്റിയിട്ടാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ മെയിനായിട്ട് ഈ DVDസിൻ്റെ കേസിലാണ് ഈ ഇഷ്യൂസ് മൊത്തം വരുന്നത്. കാരണം അതിൻ്റെ പ്രൊഡക്ഷനിൽ വരുന്ന വ്യത്യാസമാണ്. അതിപ്പം ഒരു ബ്ലൂറേയും ഒരു DVDയും കമ്പയർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് ഡാമേജ് ആയി പോകുന്നത് DVDs തന്നെയാണ്. അപ്പം ഞാൻ ഈ DVDs എല്ലാം പ്രൊട്ടക്റ്റ് ചെയ്യാൻ പറ്റും എന്ന് പറയുമ്പോഴും നമ്മുടെ കയ്യിൽ നിൽക്കാത്തൊരു ഫാക്ടറുണ്ട്. അത് മാനുഫാക്ചറിങ് സൈഡാണ്. അതായത് ഇതിൻ്റെ പ്രൊഡക്ഷൻ സമയത്ത് ഇതെങ്ങനെയാണ് പ്രൊഡ്യൂസ് ചെയ്തത്, ആ പോയിന്റ് നമുക്ക് ഒരിക്കലും ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. ഫോർ എക്സാമ്പിൾ കാണിച്ചത് തന്നെ DVD നോക്കുക. ഇതിൽ MRP തന്നെ മെൻഷൻ ചെയ്തിട്ടുണ്ട് 34 രൂപയാണെന്ന്. അതായത് 34 രൂപയ്ക്കാണ് ഇത് വിറ്റുകൊണ്ടിരുന്നത്. ഇത് 34 രൂപയ്ക്ക് വിറ്റിട്ടത് പ്രൊഫിറ്റബിൾ ആണ് എന്നുണ്ടെങ്കിൽ എന്തായാലും അതിൻ്റെ മാനുഫാക്ചറിങ് കോസ്റ്റ് വളരെ ചെറുതായിരിക്കും. അതേസമയത്ത് ഇത് ശിവാജിയുടെ ബ്ലൂറേ ആണ്. ഇതിൻ്റെ MRP വരുന്നത് 999 ആണ്. 1000 രൂപയുടെ ഒരു പ്രൊഡക്റ്റും 34 രൂപയുടെ ഈ ഒരു പ്രൊഡക്റ്റും തമ്മിൽ എന്തായാലും ഒരു വ്യത്യാസം കാണും. അത് പ്രൊഡക്ഷൻ സൈഡിലെ വ്യത്യാസമാണ്. അപ്പം എന്തായാലും ഇതിൻ്റെ ക്വാളിറ്റിയും വീഡിയോയുടെ ഓഡിയോയുടെ ക്വാളിറ്റി അല്ല, പ്രൊഡക്ഷൻ സൈഡിൽ ഇതിൻ്റെ ഓരോ മെറ്റീരിയലുണ്ട്. അതായത് ഇപ്പം ഈ പ്ലാസ്റ്റിക് ആയാലും ഈ ഡിസ്കിൻ്റെ മെറ്റീരിയലായാലും എല്ലാത്തിലും ഡിഫറൻസ് കാണും. ഇതിൻ്റെ ലൈഫ് നമുക്കൊരു ലിമിറ്റിനപ്പുറത്തേക്ക് നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. എന്തായാലും ഡാമേജസോ അല്ലെങ്കിൽ ഇത് സ്റ്റക്കാവുന്ന ഇഷ്യൂ ഒക്കെ വരാൻ ചാൻസ് ഉണ്ട്. പക്ഷെ അതുപോലെ അല്ല ഇതുപോലൊരു പ്രീമിയം ഐറ്റം. അപ്പോൾ ഞാൻ ഈ പറഞ്ഞ പ്രൊഡക്ഷൻ സൈഡ് നമുക്ക് എന്തായാലും ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. നമുക്ക് ചെയ്യാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ ഞാൻ കുറേ ആൾക്കാരിൽ കണ്ടിട്ടുള്ളതാണ് ഇത് സ്റ്റാക്ക് ചെയ്ത് വെക്കുന്നത് ഇങ്ങനെ ഒന്നിന് മേളിൽ ഒന്നായിട്ട്. ഇതിപ്പോൾ ഞാനൊരു ഡെമോയ്ക്ക് വേണ്ടിയിട്ടാണ് ഇത്രയും വെച്ചത് കൊണ്ട് സത്യമായ പ്രശ്നമൊന്നും വരത്തില്ല. പക്ഷെ നമ്മൾ ഈ കളക്ട് ചെയ്ത് ലാസ്റ്റ് ഇങ്ങനെയാണ് അടുക്കുന്നതെന്നുണ്ടെങ്കിൽ എപ്പോഴും ഈ ലാസ്റ്റ് ഇരിക്കുന്ന പ്രൊഡക്റ്റിന് എന്തായാലും ഒരു ഡാമേജ് വരാൻ ചാൻസ് ഉണ്ട്. മെയിനായിട്ടൊരു പ്രഷർ ഇങ്ങനെ ആക്ട് ചെയ്തിട്ട് എന്തായാലും ഇത് ഡിസ്ക് ഡാമേജും ഈ കേസും ഡാമേജ് ആവാൻ ചാൻസ് ഉണ്ട്. കാരണം ഇതിൻ്റെ കേസാണ്, ഇത് ഇത്രേ ഉള്ളൂ ഇതിൻ്റെ ഒരു ഡെപ്ത് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ അകത്ത് തന്നെയാണ് ഈ ഡിസ്ക് ഒരു ക്ലിപ്പിനകത്തിട്ട് വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇതിങ്ങനെ പ്രസ് ആകുമ്പോഴത്തേക്ക് എന്തായാലും ഡാമേജ് വരും. ഞാൻ ഈ DVDs ആയാലും ഞാൻ ഇങ്ങനെ വെർട്ടിക്കലായിട്ടാണ് സ്റ്റാക്ക് ചെയ്തേക്കുന്നത്. അതായത് അടുക്കി അപ്പം ഒന്നിന് മേളിൽ ശരിക്കും പറഞ്ഞാൽ ഒരു പ്രഷർ ആക്ട് ചെയ്യുന്നില്ല. പിന്നെ ഞാൻ ഈ എൻ്റെ കളക്ഷൻസ് എല്ലാം വെച്ചേക്കുന്നതിന് അത്യാവശ്യം ഒരു എയർ ഫ്ലോ ഉള്ളൊരു റൂമിൽ തന്നെയാണ് ഇങ്ങനെ സ്റ്റാക്ഡ് ആയിട്ടാണ് വെച്ചേക്കുന്നത്. ഇത് അങ്ങനെ അതായത് നനവടിക്കുന്ന സ്ഥലങ്ങളോ ഒന്നുമല്ല, ഡ്രൈ ആയിട്ടുള്ള പ്ലേസ് തന്നെയാണ്. അത്യാവശ്യം എയർ സർക്കുലേഷൻ ഉണ്ട്. അപ്പോൾ എന്തായാലും ഒരു നമുക്ക് മെയിനായിട്ട് ഇപ്പോൾ കേരളത്തിൽ ഹ്യൂമിഡിറ്റിയുടെ കാര്യത്തിൽ അത്യാവശ്യം നമുക്ക് നല്ല പ്രശ്നം വരാറുണ്ട്. ഈ ഹ്യൂമിഡിറ്റി തന്നെയാണ് ഇതിൻ്റെ ഡിസ്റോട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ ബ്ലൂറേസ് വളരെ പെട്ടെന്നൊന്നും അങ്ങനെ ചീത്തയാവത്തില്ല. 4Ks പക്ഷേ കുറച്ചുകൂടെ പറയാൻ പറ്റും. കാരണം 4Ksന് ഈ റോട്ട് ഇഷ്യൂ അല്ല, അതേസമയത്ത് അതിൻ്റെ കുറച്ചുകൂടെ ഡെൻസ് ആയിട്ടാണ് അതിൻ്റെ ലെയറിങ് ചെയ്തിരിക്കുന്നത്. ഇപ്പം ഇതിപ്പോൾ എൻ്റെ ബ്ലൂറേ ഡിസ്കും ഞാൻ ഈ 4Kയുടെ കാര്യം പറയാം ക്ലിയർ ആയിട്ട്. അതായത് ഇപ്പം ഈ 4K സെറ്റിൽ 2 ഡിസ്കുകളാണ് വരുന്നത്. ഒന്ന് 4Kയും ഒന്ന് ബ്ലൂറേയും. ഈ ബ്ലൂറേ സത്യം പറഞ്ഞാൽ കുറേ കൂടെ നമുക്ക് ചെറിയ സ്ക്രാച്ചുകൾ കാര്യങ്ങളെല്ലാം വിത്ത്സ്റ്റാൻഡ് ചെയ്യും. പക്ഷേ അതേ സമയത്ത് 4Ks അങ്ങനെയല്ല, അത്യാവശ്യം ഡെൻസ് ആയിട്ടാണ് ഇതിൻ്റെ ലെയറിങ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ചെറിയൊരു സ്ക്രാച്ച് വന്നാൽ പോലും നമുക്ക് പ്ലേ ചെയ്യുന്ന സമയത്ത് സ്റ്റക്ക് പോലത്തെ, അതായത് ഫ്രീസിങ് ഇഷ്യൂ, അങ്ങനെ ചെറിയ ഗ്ലിച്ചുകൾ കാര്യങ്ങളൊക്കെ വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നല്ലപോലെ ഇത് പ്രൊട്ടക്റ്റ് ചെയ്യുക എന്നുള്ളത് ശരിക്കും പറഞ്ഞാൽ ജസ്റ്റ് ഇത് വാങ്ങുന്നത് മാത്രമല്ല, ഇത് പ്രൊട്ടക്റ്റ് ചെയ്യുക എന്നുള്ളത് ഇതിൻ്റെ മാൻഡേറ്ററി ആയിട്ടുള്ള കാര്യമാണ്. ഈ ഒരു ഡിസ്ക് ആണെന്നുണ്ടെങ്കിൽ 3 ഡിസ്ക് സെറ്റ് വരുന്ന ഒരു എഡിഷനാണ് ഇത്. ഇന്റർസ്റ്റെല്ലാറിൻ്റെ ബ്ലൂറേ ആണ്. ഞാൻ പക്ഷേ ഇത് കീപ്പ് ചെയ്യുന്ന വെച്ചാൽ ഇതിനകത്ത് നോർമലി ഇങ്ങനെ ഒരു ഹോൾഡർ കാണും. ഈ ഹോൾഡറിൻ്റെ അപ്പുറത്തും ഇപ്പുറത്തുമായിട്ട് ഡിസ്കുകൾ വെച്ചിട്ട് അതേപോലെ ഇവിടെ ഈ ഡിസ്ക് ഇങ്ങനെ ക്ലിപ്പ് ചെയ്ത് വെച്ചേക്കും. ഈ വെർട്ടിക്കലി ഇത് വെക്കുമ്പോഴും അതേപോലെ ഈ ഹോൾഡർ ഇങ്ങനെ ഇരിക്കുമ്പോഴും നമുക്ക് ഇതിനകത്ത് എപ്പോഴെങ്കിലും ഒരു മൂവ്മെൻറ്റ് വരുമ്പോഴത്തേക്ക് ഇത് ഡിസ്ക് വിട്ടു പോകാൻ ചാൻസ് ഉണ്ട്. അങ്ങനെ ഡിസ്ക് വിട്ടു പോകുമ്പോൾ തന്നെ ഇതിപ്പോൾ ഇതിനകത്ത് കിടന്ന് തന്നെ മൂവ് ചെയ്തിട്ട് സ്ക്രാച്ച് വരാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. ഞാൻ പക്ഷേ കീപ്പ് ചെയ്യുന്നത് ഇതുപോലെ സ്ലീവ്സിനകത്ത് വെച്ചിട്ടാണ്. അതായത് ഇതിനകത്ത് പിന്നെ ഞാൻ ഇത് എടുക്കുമ്പോൾ സമയത്തല്ലാതെ ഇതിന് വേറെ റിസ്ക്കും കാര്യങ്ങളൊന്നുമില്ല. മെയിനായിട്ട് 3 ഡിസ്കുകളും ഞാൻ 3 സെപ്പറേറ്റ് സ്ലീവ്സിലാണ് വെച്ചിരിക്കുന്നത്. അത് മെയിനായിട്ട് ഞാൻ ഇവിടെ ഇതിൻ്റെ ഈ ക്ലിപ്സിൽ ഇങ്ങനെ അറ്റാച്ച് ചെയ്ത് വെക്കാം. അപ്പോൾ ഒരിക്കലും ഇത് മൂവ് ചെയ്യത്തില്ല. അപ്പോൾ ഞാൻ പറഞ്ഞ ആ സ്ലീവ്സ് ഇതാണ്. ഇതിങ്ങനെ പാക്കറ്റായിട്ട് ഞാൻ മേടിച്ച് വെക്കാറുണ്ട്. അപ്പോൾ ഇത് ഒരു ഡിസ്കിന് വേണ്ടി ഞാൻ ഒരു സെപ്പറേറ്റ് സ്ലീവ് ഇങ്ങനെ വെക്കാറുണ്ട്. പിന്നെ ഞാൻ പറഞ്ഞ പോലെ നമ്മുടെ നാട്ടിൽ ഹ്യൂമിഡിറ്റിയുടെ കേസ് വളരെ കൂടുതലാണ്. അപ്പം എന്തായാലും ഇത് ഡ്രൈ ആക്കി വെക്കുക, മീൻസ് ഇൻസൈഡ് ഏരിയ ഡ്രൈ ആക്കി വെക്കുക എന്നുള്ളത് ഒരു മാൻഡേറ്റ്. അപ്പോൾ ഞാൻ ഇങ്ങനെ ഓൺലൈനിൽ മേടിക്കുന്നതാണ് ഈ സിലിക്ക ജെല്ലിൻ്റെ പാക്കറ്റ്സ്. ഈ ഈർപ്പം എന്ന് പറയുന്ന ആ ഒരു ഫാക്ടറിന് ശരിക്കും അബ്സോർബ് ചെയ്തെടുക്കും. ഇത് എപ്പോഴും നല്ലൊരു ഓപ്ഷനാണ് ഈ ഹ്യൂമിഡിറ്റി കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട്. ഞാനിത് എല്ലാത്തിൻ്റെയും ഇതിനകത്തുള്ള എല്ലാ ഐറ്റംസിൻ്റെയും അകത്ത് വെച്ചിട്ടുണ്ട്. ഞാൻ ഈ പറഞ്ഞ ഐഡിയാസിനൊന്നും ശരിക്കും പറഞ്ഞാൽ വളരെ വലിയൊരു ചിലവൊന്നും ആവുന്നില്ല. ഇപ്പോൾ ഒരു ഡിസ്കിൻ്റെ സ്ലീവിനാണെങ്കിൽ മാക്സിമം 1 രൂപ 2 രൂപയോ മാക്സിമം ആവുന്നുള്ളൂ. അതേപോലെ ഇത് 50 എണ്ണമുള്ള പാക്കറ്റൊക്കെ മേടിക്കുമ്പോഴത്തേക്ക് ഒരെണ്ണം മാക്സിമം 1-2 രൂപയ്ക്ക് അപ്പുറം ചിലവ് വരുന്നില്ല. ഇതുപോലുള്ള സിമ്പിളായിട്ടുള്ള ഐഡിയാസ് യൂസ് ചെയ്ത് തന്നെ നമുക്ക് ഇത് ഒരുപാട് നാൾ സേഫ് ആയിട്ട് തന്നെ കീപ്പ് ചെയ്യാൻ പറ്റും. ഇതിപ്പോൾ ഞാനിപ്പോൾ എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ ഡോഗ് ഡേ ആഫ്റ്റർനൂൺ, അതായത് അൽ പച്ചിനോയുടെ ഈ മൂവി
അത്യാവശ്യം ഇത്രയും വർഷം പഴക്കമുള്ളതാണ് ഈ ഡിസ്ക്. ഇതിന് ഇപ്പോൾ ഒരു ഡാമേജോ കാര്യങ്ങളോ ഒന്നും തന്നെ പറ്റിയിട്ടില്ല. ഞാൻ ഇടയ്ക്കും കൂടെ കണ്ടതേ ഉള്ളൂ. ഇങ്ങനെ ഡിസ്കിന് ഇഷ്യൂസ് ഒന്നുമില്ല. പിന്നെ നോർമലി നമ്മൾ മലയാളികളുടെ ഇടയിൽ അത്രയും പോപ്പുലർ അല്ലാത്തൊരു സംഭവം പറഞ്ഞുതരാം. അതായത് ഈ ബ്ലൂറേസിൻ്റെ കേസിൽ, മലയാളം ബ്ലൂറേസിൻ്റെ കേസ്, ഇപ്പോൾ ഈ കളക്ഷൻസ് ഏത് തന്നെ എടുത്താലും ഇതെല്ലാം ഒരേ പാക്കേജിങ്ങിൽ വന്നതാണ്. മലയാളം ബ്ലൂറേസ് എല്ലാം ഈ ഒരു ബ്ലൂ കേസിൽ ഇൻലേ ഉൾപ്പെടെ അങ്ങനെ വന്നതാണ്. പക്ഷെ അതേ സമയത്ത് ഇംഗ്ലീഷിൻ്റെ കേസിലും നമ്മൾ ഹിന്ദിയിൽ ധോബി കത്ത് എന്ന് പറഞ്ഞ മൂവി എടുത്താലും നമുക്ക് ഈ സ്റ്റീൽ ബുക്സിൻ്റെ ഒരു അവൈലബിലിറ്റി കൂടെ വന്നിട്ടുണ്ട്. വേറൊരു ഓപ്ഷനും കൂടെയാണ് അത്. ഫോർ എക്സാമ്പിൾ ഞാനിപ്പോൾ ഇംഗ്ലീഷിൽ ടെർമിനേറ്ററിൻ്റെ ഇതൊരു ലിമിറ്റഡ് എഡിഷൻ 4K സ്റ്റീൽ ബുക്കാണ്. ഇത് പ്രൊട്ടക്ട് ചെയ്യുന്നത് അത്യാവശ്യം ഒരു ചലഞ്ചിങ് ആയിട്ടുള്ള കാര്യം തന്നെയാണ്. കാരണം ഇത് നമ്മൾ നല്ലപോലെ നോക്കില്ല എന്നുണ്ടെങ്കിൽ ഈ റസ്റ്റ് വരാൻ ചാൻസ് ഉണ്ട്. ഇതൊരു മെറ്റൽ ബോഡിയാണ് വരുന്നത്. ഇതൊരു കളക്റ്റിബിൾ ഐറ്റം, അങ്ങനത്തെ ഒരു കാറ്റഗറി സംഭവം. ശരിക്കും പറഞ്ഞാൽ ഒരു സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഒരു 4K ഡിസ്ക് എടുക്കുകയാണെങ്കിൽ ഇതിനകത്ത് വരുന്ന ഡിസ്ക് തന്നെയാണ് ഇതിലും വരുന്നത്. പക്ഷേ ഒരു കളക്റ്റിബിൾ പോയിന്റ് ഓഫ് വ്യൂവിൽ പലരും കളക്ട് ചെയ്യുന്നതാണ് ഈ സ്റ്റീൽ ബുക്സ്. അപ്പോൾ ഇത് പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അത്യാവശ്യം എക്സ്പെൻസീവ് ആയിട്ടുള്ള കേസുകൾ കിട്ടാറുണ്ട്. സ്റ്റീൽ ബുക്ക് പ്രൊട്ടക്ടേഴ്സ് എന്ന് പറഞ്ഞിട്ട് അറൗണ്ട് അത്യാവശ്യം എമൗണ്ട് വരും. ഒരു ഫുൾ ഒരു പ്ലാസ്റ്റിക് കേസ് വന്നിട്ട് ഇങ്ങനെ അതിനകത്ത് നമ്മൾ വെക്കുന്നൊരു ഇതാണ് ചെയ്യുന്നത്. എൻ്റെ ഒരുപാട് സ്റ്റീൽ ബുക്സ് ഇല്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ അതിനെപ്പറ്റി ശരിക്കും ഞാൻ കൺസേൺ ആയിട്ടില്ല. ഞാൻ സ്റ്റീൽ ബുക്സ് കൂടുതൽ നോക്കുന്നത് ഈ എന്തെങ്കിലും ലിമിറ്റഡ് എഡിഷൻ വരുന്നുണ്ടോ, അങ്ങനെ എന്തെങ്കിലും കാര്യം ഉണ്ടെങ്കിൽ മാത്രമാണ് ഞാൻ അതിൽ നോക്കുന്നത്. ഞാൻ നോർമലായിട്ട് ഈ സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള എഡിഷൻസ് തന്നെയാണ് നോക്കുന്നത്. ഞാൻ എപ്പോഴും അധികം ഈ സ്റ്റീൽ ബുക്സ് അങ്ങനെ പ്രിഫർ ചെയ്യാറില്ല. ഞാൻ ഇപ്പോൾ കുറച്ചുകൂടെ ബെറ്റർ ആയിട്ട്, കാരണം ഇത് അത്യാവശ്യം എക്സ്പെൻസീവ് ആയിട്ടുള്ള ഐറ്റംസ് ആണ് ഈ സ്റ്റീൽ ബുക്സ് എന്ന് പറയുന്നത്. ഒരു മൂവിക്ക് വേണ്ടി നമ്മൾ സ്പെൻഡ് ചെയ്യുന്ന എമൗണ്ട് വളരെ കൂടുതലാണെന്ന് എനിക്ക് തോന്നുവാണെന്നുണ്ടെങ്കിൽ ഞാൻ കഴിവതും സ്റ്റീൽ ബുക്സ് സ്കിപ്പ് ചെയ്യാറാണ് പതിവ്. കാരണം ഫാസ്റ്റ് ആൻഡ് ഫ്യൂരിയസിൻ്റെ പല മൂവീസിനും സ്റ്റീൽ ബുക്സ് അവൈലബിൾ ആണ്. പക്ഷേ അതേ സമയത്ത് എനിക്ക് കുറച്ചുകൂടെ പ്രൊഫിറ്റബിൾ ആയിട്ട് തോന്നുന്നത് ഇതുപോലൊരു സെറ്റ് കളക്ട് ചെയ്യാനാണ്. അതായത് 10 മൂവിയും ഒരൊറ്റ ബോക്സിൽ വരുന്ന ബോക്സ് സെറ്റ്സ്. അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോഴത്തേക്കും നമ്മളൊരു പർട്ടിക്കുലർ മൂവിക്ക് വേണ്ടി സ്പെൻഡ് ചെയ്യുന്നത് വളരെ കുറവായിരിക്കും. ഈ കമ്പയർ ചെയ്യുമ്പോൾ ഇത് സ്റ്റീൽ ബുക്സ് ഒക്കെ വാങ്ങിക്കുന്നതായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ എന്തായാലും കുറവ് തന്നെയായിരിക്കും. അപ്പോൾ ഞാൻ ലാസ്റ്റ് മെത്തേഡായിട്ട് നിങ്ങളോട് പറയുന്ന ഒരു ഐഡിയ എന്ന് പറയുന്നത്, നോർമലി നിങ്ങളൊരു മൂവി കണ്ടിട്ട് പിന്നെ അത് റിപ്പീറ്റ് കാണുന്നത് ചിലപ്പോൾ ഒരു 1 ഇയറിന് ശേഷമൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഞാൻ യൂസ് ചെയ്യുന്നൊരു മെത്തേഡാണ് ഇതുപോലത്തെ സ്ലിപ്പ് കവേഴ്സ്. അതായത് മെഡിസിനൊക്കെ മേടിച്ചിട്ട് ഇങ്ങനെ ലോക്ക് ചെയ്ത് വെക്കത്തില്ലേ, അതുപോലത്തെ ഒരു കവറാണിത്. ഇതും വലിയ പ്രൈസ് ആവത്തില്ല, മാക്സിമം 1-2 രൂപ ആവത്തുള്ളൂ ചിലവ് പെർ പീസിന് വരുമ്പോഴേക്കും. ഞാൻ എന്നിട്ട് ഇതുപോലെ ഫസ്റ്റ് ആ ഡിസ്ക്സ് എല്ലാം സ്ലീവിലിട്ട് വെക്കും. സ്ലീവിലിട്ട് വെച്ചിട്ട് അതിൻ്റെ കൂടെ സിലിക്ക ജെല്ല് അറ്റാച്ച് ചെയ്ത് വയ്ക്കും. എന്നിട്ട് നേരെ ഇത് പാക്ക് ചെയ്യുമ്പോഴത്തേക്കും ജസ്റ്റ് ഈ ഡിസ്ക് ഇതിനകത്തേക്ക് ഇറക്കി വെക്കുക. എന്നിട്ട് ജസ്റ്റ് സെലോ ടൈപ്സ് വെച്ചിട്ട് സൈഡ് ഒട്ടിക്കും. അപ്പോൾ ഇതെന്തായാലും ഒരു പാക്ഡ് ആയിരിക്കും. ചെറിയ സ്ക്രാച്ചോ കാര്യങ്ങളോ ഈ സ്ലിപ്പ് കവറിനൊന്നും ഡാമേജ് വരാതെ നമുക്ക് പ്രൊട്ടക്ട് ചെയ്യാൻ പറ്റും. ഒരു ലിമിറ്റ് വരെ സ്റ്റീൽ ബുക്സും ഇങ്ങനെ തന്നെ വിൽക്കാവുന്നതാണ്. സ്റ്റീൽ ബുക്ക് എഡിഷൻസിന് നോർമലി ആൾക്കാർ ചെയ്യുന്നത് ഈ ഇതുപോലത്തെ പ്രൊട്ടക്ടർ മേടിക്കുക എന്നുള്ളതാണ്. പിന്നെ അത് അത്യാവശ്യം എക്സ്പെൻസീവ് ആയതുകൊണ്ടാണ് ഞാൻ പിന്നെ അതിലോട്ട് പോകാത്തത്. അതുപോലെ എനിക്ക് ഒരുപാട് സ്റ്റീൽ ബുക്ക് കളക്ഷൻസും ഇല്ല. അപ്പോൾ ഞാൻ മൊത്തത്തിൽ പറയാനുള്ളത് ഇതുപോലത്തുള്ള സിമ്പിളായിട്ടുള്ള ട്രിക്സ് യൂസ് ചെയ്ത് നമുക്ക് എന്തായാലും നമ്മുടെ കളക്ഷൻസ് കുറേ നാൾ പ്രിസർവ് ചെയ്യാൻ പറ്റും. കാരണം ചില ഐറ്റംസ് ഒക്കെ ചിലപ്പോൾ ഔട്ട് ഓഫ് പ്രിൻ്റ് ആയി പോകാൻ ചാൻസ് ഉണ്ട്. ഇത് മലയാളത്തിൽ എൻ്റെ ഓർമ്മയിൽ എനിക്ക് തോന്നുന്നു ഫസ്റ്റായിട്ട് ഇറങ്ങിയ ബ്ലൂറേ ആണെന്നാണ്. അപ്പോൾ ഇതുപോലൊരു ഐറ്റം പ്രിസർവ് ചെയ്യേണ്ടത് നമ്മുടെ തന്നെ ഒരു റെസ്പോൺസിബിലിറ്റിയാണ്. നമ്മുടെ കയ്യിൽ ഈ ഐറ്റം ഉണ്ട് എന്നുണ്ടെങ്കിൽ എന്തായാലും ഇതുപോലെയുള്ള സ്ലീവ്സും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് മാക്സിമം ഇതിനെ പ്രൊട്ടക്ട് ചെയ്യുക. അപ്പോൾ വേറൊരു വീഡിയോയിൽ പുതിയൊരു കണ്ടൻറ്റുമായിട്ട് കാണാം. ബൈ.